ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ തണ്ടർ തക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ആദ്യമേ പറയാണ്, നമ്മുടെ ഒരു പുതിയ ചാനലാണ്, ഒരു ചെറിയ ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. പറ്റുമെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എന്നാലേ നമുക്ക് പുതിയ പുതിയ സിനിമ റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണം എന്നുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ മലയാള സിനിമയുടെ സകല റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തുകൊണ്ട് എമ്പുരാൻ സിനിമ മുമ്പോട്ട് പോവുകയാണ്. അതായത് ഒരുപാട് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇതിന് നമുക്ക് പറയുന്നത് ഇന്ന് എമ്പുരാൻ ഇന്നെന്ന് പറയുമ്പോൾ ഇപ്പോൾ 12 മണി കഴിഞ്ഞ്, രാത്രി 12 മണി കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ 200 കോടി കയറിയിരിക്കുകയാണ്. ഒരു ചരിത്ര നേട്ടം തന്നെയാണ്. കാരണം മലയാള സിനിമയിൽ 100 കോടി തന്നെ ഉണ്ടാവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷമാണ് 2024 കുറേ 100 കോടികൾ നമുക്ക് കിട്ടിയത്. അതുവരെ നമുക്കതൊരു വലിയൊരു കടമ്പ തന്നെയാണ്. വലിയൊരു കിട്ടാക്കനി എന്നൊക്കെ പറയുന്ന പോലെയാണ്. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ കയറിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ വർഷം അധികം കുറേ സിനിമകൾ ഇറങ്ങിയെങ്കിലും ഒന്നും തന്നെ വലിയൊരു ബോക്സ് ഓഫീസിൽ അങ്ങനെ നേട്ടം കൊയ്തിട്ടുമില്ല കഴിഞ്ഞ കൊല്ലത്തെ പോലെ. പക്ഷേ ഇക്കൊല്ലം ഇറങ്ങിയ സിനിമ 2 ദിവസം കൊണ്ടാണ് സിനിമ 100 കോടി കയറിയേക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഫാസ്റ്റസ്റ്റ് 100 ക്രോർ ക്ലബ്ബ്, അതുപോലെ തന്നെ 200 കോടി. ഇതിനു മുമ്പ് മഞ്ഞുമൽ ബോയ്സ് മാത്രമാണ് 200 കോടി കടന്ന് മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സിനിമ മലയാളത്തിൽ 200 കോടി ക്ലബ്ബിൽ കയറുന്ന രണ്ടാമത്തെ സിനിമയായിട്ട് എമ്പുരാൻ മാറി. പക്ഷേ അവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. 200 അല്ല, ഇനി മലയാളത്തിൽ ആദ്യത്തെ 250 കോടിയും ആദ്യത്തെ 300 കോടിയും എമ്പുരാൻ തന്നെയായിരിക്കും. ആദ്യത്തെ 350 കോടിയും 400 കോടിയും കിട്ടുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. അത് നമുക്ക് നോക്കി നോക്കാം. എന്തായാലും 300 കോടി ഉറപ്പാണ്. മലയാളത്തിൻ്റെ ആദ്യത്തെ 300 കോടി കൊള്ളാം. അങ്ങനെ റെക്കോർഡുകൾ പുതുതായിട്ട് വരട്ടെ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സുഹൃത്തുക്കളെ? എമ്പുരാൻ 300 കോടി കയറും? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. 300 കോടി കയറുമെങ്കിൽ അതൊന്ന് പറയണം. എന്തായാലും ഈ സന്തോഷം നിങ്ങളോട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഗുഡ് ബൈ. അതോടൊപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് മറക്കണ്ട, തണ്ടർ തക്സ്.